സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലും മത്സരം. പ്രസിഡന്റായി മത്സരിക്കാൻ സാൻഡ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അടുത്ത മാസം 14-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ബൈറ്റ് അങ്ങനെ എടുക്കുക. എന്റെ പോകുന്നതല്ലോ. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. മുജ്തബ, ആ സംഘടനയിലേക്കും ശക്തമായ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലും മത്സരം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ആരൊക്കെ നിലവിൽ ഇപ്പോൾ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സാന്ദ്രയുടെ ചില പരാതികൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു സിനിമാ തർക്കവുമായി ബന്ധപ്പെട്ട് അവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരെ വളരെ ലൈംഗികാധിക്ഷേപത്തോടുകൂടി ഇതിലുള്ള നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ചില ആളുകൾ, ഭാരവാഹികൾ ആ രൂപത്തിൽ അധിക്ഷേപപരമായി അവരോട് പെരുമാറിയിരുന്നു എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് 9 ഭാരവാഹികൾ എറണാകുളം കോടതിയിൽ നിന്ന്, ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്തായാലും അവർ മത്സരരംഗത്തേക്ക് വരികയാണ്. പുരുഷാധിപത്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ താൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതിന്റെ പേരിൽ തന്നെ വേട്ടയാടുകയാണെന്നതുൾപ്പെടെയുള്ള പരാതി അവർക്കുണ്ട്. ആ പരാതിയൊക്കെ കണക്കിലെടുത്ത് നേരത്തെ അവർ സിനിമാ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അതിനെതിരെ അവർ കോടതിയെ സമീപിക്കുകയും ഒരു സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. അന്ന് കോടതി പറഞ്ഞത് അന്തിമ ഉത്തരവ് വരുന്നത് വരെ അവർ അംഗമായി തന്നെ തുടരും എന്നതുൾപ്പെടെയുള്ള കാര്യമാണ്. എന്തായാലും ഇന്നിപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് വരികയാണ്. പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകാൻ കൂടിയാണ് ഇപ്പോൾ അവർ ഓഫീസിലെത്തിയിരിക്കുന്നത്. ആ വരവിൽ തന്നെ ചില കൗതുകങ്ങളുണ്ട്. പൂർണ്ണമായും ഒരു മുസ്ലിം വേഷവിധാനത്തിൽ, അല്ലെങ്കിൽ പർദ്ദയും സ്കാഫും ഒക്കെ അണിഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് തൻ്റെ ശരീരത്തിലേക്ക് തുറിച്ചു നോക്കിയ ഒരു ഭാരവാഹികളുടെ അടുത്തേക്കാണെങ്കിൽ ആ ഭാരവാഹികളുള്ള ഒരു ഓഫീസിലേക്കാണ് താൻ വരുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സാന്ദ്രയുടെ ആ വസ്ത്രധാരണത്തെ കുറിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള വസ്ത്രധാരണം ഒരിക്കലും സാന്ദ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ കൂടി നമുക്കിതിനെ കാണാം. തീർച്ചയായും അമൃത സൂചിപ്പിച്ചതുപോലെ വസ്ത്രധാരണം തന്നെ ഏറെ കൗതുകകരമാണ്. ആ രൂപത്തിൽ അവർ ഇങ്ങനെ ഒരു വസ്ത്രധാരണം തിരഞ്ഞെടുത്തത് തന്നെ അവരുടെ ഒരു പ്രതിഷേധ സൂചകമാണ്. നേരത്തെ തന്നെ അവർ പലവിധ വിഷയങ്ങൾ ഈ അസോസിയേഷനിൽ പുരുഷാധിപത്യം, അതോടൊപ്പം തന്നെ തനിക്കെതിരെ ലൈംഗികാധിക്ഷേപം നടന്നു. പ്രത്യേകിച്ച് ഒരു സിനിമയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് അവരെ വളരെ പെട്ടെന്ന് ഓഫീസിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് അവർ വിളിച്ചു വരുത്തിയ സാഹചര്യത്തിൽ അവർ അണിഞ്ഞിരുന്ന വസ്ത്രം നോക്കി ചില ആളുകൾ മാറിയിരുന്ന് ഒരു പരിഹാസത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ലൈംഗിക ചുവയോടുകൂടി ഇടപെട്ടു എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പരാതി. ആ പരാതിയിലാണെന്ന് പോലീസ് കേസെടുക്കുകയും 9 ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ആ 9 ഭാരവാഹികളും അന്ന് ജാമ്യമെടുത്തതാണ്. ആ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം അവർ സൂചിപ്പിക്കുകയാണ്. തൻ്റെ ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ ലൈംഗികാധിക്ഷേപം നേരിട്ട ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഷേധം കൂടി. മുൻപ് ഈ ഓഫീസിലെത്തിയപ്പോൾ താൻ നേരിട്ട ഒരു ലൈംഗികാധിക്ഷേപത്തിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള നിലക്ക് കൂടിയാണ് ഈ വസ്ത്രധാരണത്തെ കാണേണ്ടത്. എന്തായാലും നോമിനേഷൻ നൽകാൻ അവർ ഇപ്പോൾ ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം അവരുടെ പ്രതികരണം കൂടി ലഭ്യമായാൽ കുറേ കൂടി വിഷയങ്ങൾ അവർക്ക് പറയാനുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഈ മാസം ഓഗസ്റ്റ് 2-നാണ് അന്തിമമായി ഇതിൻ്റെ ഒരു ചിത്രം തെളിയുക, ആരൊക്കെ മത്സരരംഗത്തുണ്ട് എന്നുള്ളത്. നിലവിൽ ചില ആളുകൾ മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കടുത്ത മത്സരം അങ്ങനെ അമ്മയിലൊന്നും നടക്കുന്നത് പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടക്കാറില്ല. പക്ഷേ ഇത്തവണ സാന്ദ്ര കൂടി മത്സരരംഗത്തേക്ക് വരികയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ആ രൂപത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു സ്ത്രീകൾ കൂടി മത്സരരംഗത്തേക്ക് വരട്ടെ എന്നുള്ളത് കൂടി തൻ്റെ നിലപാടാണത് എന്നുകൂടി സാന്ദ്ര പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ 14-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താകും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തിമ ഫലം, സാന്ദ്രയുടെ പ്രതിഷേധത്തിന്, സാന്ദ്രയുടെ നിലപാടുകൾക്ക് എത്ര പിന്തുണ കിട്ടി എന്നതുൾപ്പെടെ പ്രത്യേകതയാണ്. അതുൾപ്പെടെ ശ്രദ്ധേയമാകും. അമൃത. ശരി, അഹമ്മദ് മുജ്തബയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.